മടി പിടിച്ചൊരു ദിവസം എന്ന് പറയാം. എഴുന്നേറ്റപ്പോൾ നല്ല ടയേർഡായിരുന്നു. കാരണം ഇളയാൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായി. മാത്രമല്ല നോമ്പൊക്കെ അല്ലേ. പിന്നെ രാവിലെ നോമ്പിന് വലിയ ജോലികൾ കാര്യങ്ങളൊന്നും കാണത്തില്ല. പെരയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഇപ്പം നമ്മൾ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടേക്ക് ബസ് സർവീസ് ഇല്ല. അവിടെ ആയിരുന്നപ്പോൾ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ബസ് സർവീസ് ഇല്ല, നമ്മൾ ഡെയിലി കൊണ്ടുവിടണം. ഡെയിലി പോകലില്ല, നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡെയിലി പോകത്തില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരലാണ് ചെയ്യൽ. പിന്നെ ഇന്ന് കുറച്ച് ഇറങ്ങുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സിന് ഓയിൽ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടാണ് സ്കൂളിൽ പോയത്. സ്കൂളിൽ വന്നതിന് ശേഷം ഒരു 9:30 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് കുട്ടാപ്പി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ. നല്ല ടൈം എടുക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുളിപ്പിച്ചൊരുക്കി അംഗനവാടിയിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. ആ ടൈമിൽ എന്നെ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മപ്പൊക്കെയാണ്. ആദ്യമൊക്കെ നല്ല കരച്ചിലായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല. എന്നാലും കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ ഒരു സങ്കടമുണ്ട് കേട്ടോ. നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് വരും. പിന്നെ ആളെ കൊണ്ടുവിട്ടിട്ട് ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെന്താ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ വേണ്ടേ? അതിലല്ലേ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.